എന്താ പറ്റുന്നു? എന്നെ പുറത്ത് ഒന്ന് നോക്ക്, ഒന്ന് കൈയിട്ട് നോക്കൂ, ഒന്ന് കൈയിട്ട് നോക്കിക്കേ. ഇവിടെ ഇവിടെ കൊച്ചമ്മ, ഇവിടെ ഇപ്പോ എനിക്ക് എന്നെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞത് എത്ര നന്നായി. ശിവരാമ, ഞാനൊരു സ്ത്രീയാണ്. എന്റെ ഭർത്താവിന് സുഖമില്ല. അദ്ദേഹത്തിന് ഒന്നിനും വയ്യ. പെണ്ണുങ്ങൾക്ക് അവരുടെ ദൈവം ഭർത്താവാണ് കൊച്ചമ്മേ. ഞാനിവിടെ ജോലി ചെയ്ത് അദ്ദേഹം തരുന്ന പണം കൊണ്ടുകൂടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഉണ്ണുന്ന ചോറിന് ഒരിക്കലും ഞാൻ നന്ദിയോട് കാണിക്കില്ല. കൊച്ചമ്മേ, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് വരില്ല. ഞാൻ പോകുന്നു. അയ്യോ, എന്ത് പറ്റി? സാവിത്രി, മോളെ സാവിത്രി. അയ്യോ, ഈ മരുന്ന് കാണിച്ചു കൊടുക്കൂ. പേടിക്കാനൊന്നുമില്ല. സാവിത്രി ഗർഭിണിയാണ്. ആരാടി കരയുന്നു? ഇതിന്റെ ആളാരെന്നാ ചോദിച്ചത്? നിന്റെ തന്തയും തള്ളിയും വന്ന് ചോദിക്കുമ്പോ ഞാൻ എന്ത് സമാധാനം പറയും? പറയടി, ആരായത്? നീ പറയില്ല ആരാന്ന്. നീ പറഞ്ഞില്ലെങ്കിൽ നിന്നെ ചവിട്ട് കൊന്ന് കുളിച്ചുകൂടെ ഇവിടെ പറഞ്ഞേക്കാം. പറയാരാണ്? അമ്മയുടെ മോനാണ്. ഞാൻ നിന്നെ എന്റെ മോളെ പോലെയാണ് കരുതിയിരുന്നത്. ആ നീ എന്നോടിത് കാണിച്ചല്ലോടി. നല്ലവളാണെന്ന് വിചാരിച്ചാണ് നിന്നെ ഈ കുടുംബത്തിൽ ഞാൻ കയറ്റിയത്. എന്റെ കുടുംബത്തിന്റെ അന്തസ്സ് നീ തകർത്തല്ലോടി. ഇതിനേക്കാൾ എനിക്കല്പം വിഷം തന്നെ എന്നെ കൊന്നിട്ട് എന്റെ വീട്ടിൽ നിനക്കിത് ചെയ്യാമായിരുന്നു. എന്റെ പൊന്നുമോളെ, നിങ്ങൾക്കൊക്കെ സഹായമല്ലാതെ ഈ അമ്മ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആ എന്നോടിത് വേണം. എടാ, അവിടെ നില്ല. നീ എന്റെ മോനാണോടാ? എന്താടാ കാണിച്ചത്? എന്താ അമ്മേ? എന്താ? എന്താണെന്നോ നിനക്കൊന്നും അറിഞ്ഞൂടാ അല്ലേ? എടാ, ഇവിടെ നിനക്കറിയാമോ? ഇവിടുത്തെ വേലക്കാരി പെണ്ണ്, ഇവളുടെ കുഞ്ഞിന്റെ അച്ഛൻ നീയാണെന്നാണ് ഇവള് പറയുന്നത്. വാസ്തവമാണോടാ? ആണെങ്കിൽ ഈ നിമിഷം ഇവിടെയും കൊണ്ട് ഈ പടിയിറങ്ങണം. അതാണ് ശരി. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വേണം ജീവിക്കാൻ. എടാ, നിനക്ക് ഈ കുടുംബത്തിന്റെ അന്തസ്സിനെ കുറിച്ച് ചിന്തിക്കാനുള്ള പകവില്ലാതെ പോയല്ലോടാ. ഇറങ്ങണ അവരെയും കൊണ്ട്. അയ്യോ അമ്മ, ഞാനിതൊന്നും അറിഞ്ഞതല്ല. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ. അമ്മ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. ഇവിടെ തന്നെയാണോ പറഞ്ഞത്? എടി, സത്യം പറ, ഇവനാണോ? അതെ, അമ്മയുടെ ഈ മോൻ തന്നെയാണ്. എന്റെ ജീവിതം നശിപ്പിക്കരുത്. എന്നെ രക്ഷിക്കണം. എനിക്ക് വേറെ ആരുമില്ല. സാവിത്രി, നീ എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിന്നെ ഞാനോ? നിനക്ക് എവിടുന്ന ഒരു അബദ്ധം പറ്റി? ആരോ നിന്നെ ചതിച്ചു? ആരാ? പറ. അവനെ കൊണ്ട് നിന്നെ ഞാൻ വിവാഹം കഴിപ്പിക്കാം. നീ വെറുതെ എന്തിനാ എന്റെ പേര് പറയുന്നത്? പാവം അമ്മയോട് അത് വിശ്വസിച്ചു. സാവിത്രി, നിന്നെ ഞാൻ ഇങ്ങനെയല്ല കരുതിയത്. അമ്മയ്ക്ക് ഇത് വരണം. പിടിച്ചു നിർത്തിക്ക് വരെ നിന്നെ മോളെന്നും പറഞ്ഞോണ്ട് ഇപ്പൊ ചീത്ത പേര് എനിക്കായി. മതിയായല്ലോ. ഒന്നും പറയണ്ട കൊച്ചമ്മേ. ഇതിങ്ങനൊക്കെ സ്വഭാവമായത്
ഏതെങ്കിലും കൊള്ളാവുന്ന വീട്ടിൽ കയറി വിലക്ക് നിൽക്കുക, എവിടെയെങ്കിലും പോയി ഇതുപോലെ ഒന്ന് സമ്പാദിച്ചു വരിക, എന്നിട്ട് തറവാട്ടിൽ പറഞ്ഞ പിള്ളേരെ തലയെ കെട്ടിവെക്കുക. സ്വത്തിനവകാശിയായല്ലോ. എടോ താ ഒന്നും പറയാം. ഒന്നും പറയാനില്ല. അമ്മയ്ക്ക് ഇപ്പൊ ഇവളെ വിശ്വാസം. അമ്മ ഒരു കാര്യം ചെയ്യും, ഇവളെ പിടിച്ച് മരുമകളാക്കി ഇവിടെ ഇരുത്തിക്കോ. വല്ലവന്റെ കൊച്ചിനെ എനിക്ക് വയ്യ, ഞാൻ താ പോവാ. എടി പറഞ്ഞത് കേട്ടില്ലേ? എന്റെ മോനെ ഞാൻ അങ്ങനെയല്ല പഠിപ്പിച്ചത്, അങ്ങനെയല്ല വളർത്തിയത്. എന്റെ മോനെ കുറിച്ച് വേണ്ടാതീനം പറയുന്നു. ഇറങ്ങണി പുറത്ത്. ഇല്ലമ്മേ, ഞാൻ പോവില്ല. അമ്മ എന്നെ പറഞ്ഞു വിടരുത്. ഞാൻ എങ്ങോട്ട് പോകും? ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോളാം. അമ്മ എന്നെ കൊന്നുകളാം. ഞാൻ പോവില്ലമ്മേ. എന്നെ ഉപേക്ഷിക്കരുത്, എന്നെ ഉപേക്ഷിക്കരുത്. പിള്ളേ, ഇവിടെ അയച്ചേക്കൂ. അമ്മേ, അമ്മേ. ഇല്ല, ഞാൻ പോവില്ല. നീ പോകത്തില്ലേ? എന്നെ ഉപേക്ഷിക്കരുത്. അയ്യോ, ഇല്ല, ഞാൻ പോവില്ല. ഞാൻ പോവില്ല. അയ്യോ, എന്നെ ഉപേക്ഷിക്കരുത്. മാധവി അറിയുന്നതിന് സാവിത്രി അവിടെ എത്തിച്ചേർന്നിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അവൾ ഇവിടുന്ന് ഒരു കുഴപ്പം കാണിച്ചിട്ടാണ് പോയത്. അവൾ ഗർഭിണിയാണ്. അതിന്റെ ഉത്തരവാദിത്വം എന്റെ മോന്റെ തലയിൽ കെട്ടിവെക്കാൻ അവൾ ശ്രമിക്കുകയും ചെയ്തു. എന്നിട്ട് അവളോടെ കൊണ്ടുപോയി നിർത്തിയില്ലേ? വലിയ വീട്ടിൽ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞു. ഇപ്പൊ കിട്ടിയില്ലേ? എന്താ ആരൊന്നും മിണ്ടാത്തത്? ഇപ്പൊ അവളെ ആർക്കും വേണ്ടല്ലേ? അവൾ എന്റെ പെങ്ങളാ, എനിക്ക് അവളെ വേണം. എന്താടാ? എവിടെടാ സാവിത്രി? സാവിത്രി നിനക്ക് മനസ്സിലായില്ലല്ലേ? എവിടെടാ അവള്? പറടാ, എവിടെ കൊന്ന് കുടിച്ചിട്ടുണ്ടോ?
ഇവൻ അവളെ നശിപ്പിച്ചു. എന്നിട്ട് നിങ്ങൾ അമ്മയമ്മനും കൂടെ അവളെ എന്ത് ചെയ്തു? അവളുടെ കുഞ്ഞിന്റെ തന്റെ അന്വേഷിച്ച് നീ പഠിക്കാത്ത കയറി പോരുത്. അത് വേറെ എവിടെയെങ്കിലും അന്വേഷിക്കേണ്ടത്. ഇവനാണ് അവളെ നശിപ്പിച്ചത്, മറ്റാരുമല്ല. ആണോ? എങ്കിൽ അവളും കൂടി അതിന് സമ്മതിച്ചിട്ടാണ്. കൊല്ലാവുന്ന കുടുംബത്തിലെ പെമ്പിള്ളേരാരും വിളിക്കുന്നവന്റെ കൂടെ പോകില്ലടാ. നീ പെങ്ങളാണെന്ന് പറഞ്ഞില്ലേ? അവൾ അത്ര നല്ലവളായിരുന്നെങ്കിൽ ഇവൻ വിളിച്ചപ്പോ എന്തിനാ അവന്റെ കൂടെ പോയി? ഇതിന് ഉത്തരം പറഞ്ഞിട്ട് അവനെ തല്ലടാ, തല്ല്. ഇത്തിരി വെള്ളം തരാവോ കുടിക്കാൻ? സാവിത്രി, 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 നീ ഇവിടെ? നിന്നെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയാം. ഇതെന്റെ പെങ്ങളാണ്, ഞാനിവിടെ കൊണ്ടുപോയിക്കോട്ടെ? എന്തിനാണ് ഇവിടെ കൂടെ കെട്ടിവലിച്ചുകൊണ്ടുവന്നു? ചെറുതാണെങ്കിലും ഈ വീടിന് അതിന്റേതായ ഒരു അന്തസ്സുണ്ട്, അതുകൊണ്ട് നോക്കണ്ടേ? അവൾക്ക് പ്രായമായ ഒരു അനിയത്തിയുണ്ട്. അവൾക്ക് കൊള്ളാവുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു ദുബായിക്കാരന്റെ ആലോചന വന്നിരിക്കുന്ന സമയമാണ്. ഒന്നും കൊടുക്കാതെ കെട്ടിക്കൊണ്ടു പോയിക്കോളാമെന്ന് അവർ പറഞ്ഞതാ. അപ്പോഴാ ഇവിടെ ഈ കോലത്തിൽ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചത്. നാട്ടുകാർ പറയുന്നൊന്നും പോരാഞ്ഞിട്ട് പിന്നെയും പറയിപ്പിക്കാൻ വേണ്ടി നീ ഇവിടെ കയറി വന്നത്. എങ്ങനെ കൊടുത്തു? കരയുന്നു? ആഹാ, ഇത് അപ്പ ഓർക്കണമായിരുന്നു. ഇവിടെ നിന്റെ കരച്ചിലും പിടിച്ചിലും ആർക്കും കാണണ്ട. ഇറങ്ങി പുറത്ത്. ഇറങ്ങാനാ പറഞ്ഞേ. അവളടിക്കരുത്. പിന്നെ എന്താ ചെയ്യാനാ? മേലാൽ നീ ഇതിനകത്ത് കയറി പോരുത്. വേണ്ടി ഞാനിനി എന്തെല്ലാം കാണണം? കാണോടെ ഈ കണ്ടൊന്ന് പോരെ. ഇനി എന്ത് കാണാൻ നിൽക്കാം? പൊട്ടി നിന്നെ ഞാൻ. ഇനി നിനക്ക് അച്ഛനുമില്ല അമ്മയില്ല, എല്ലാം ചത്ത് തൊലഞ്ഞു പോയി വിചാരിച്ചു. ഇനി ആ ബന്ധവും സ്വന്തവും പറഞ്ഞ് ഇതിനകത്ത് കയറി പോരും. പോരും. സാവിത്രി, പോട്ടെ. എന്തൊക്കെ പറഞ്ഞാലും ഇത് നിന്റെ വീടാണ്, നിന്റെ അച്ഛനും അമ്മയുമാണ്. ഈ സ്ഥിതിയിൽ ആരായാലും ഇതൊക്കെ തന്നെ പറയും. നീ വിഷമിക്കാതെ. അവരുടെ ദേഷ്യം അടങ്ങുമ്പോൾ അവർ നിന്നെ സ്വീകരിച്ചോളൂ. നീ അവിടെ ഇരിക്കും. ചേച്ചി, എന്നെ പുറത്താക്കി വാതിലടച്ചതാണ്. എല്ലാവരും എന്നെ ചീത്ത പറയുന്നു.
നിനക്കൊന്നും പറയാനില്ലേ? ഞാൻ ഇങ്ങനെ ആയിപ്പോയി. നീ പറയടി, പറയടി. അവക്ക് പറയാനുള്ളത് ഞാൻ പറയാം. അവക്ക് നല്ലൊരു സ്ഥലത്ത് നിന്ന് ഒരു ആലോചന വന്നിട്ടുണ്ട്. അത് നടത്താതിരിക്കാനാണല്ലോ നീ ഇപ്പൊ ഇവിടെ കയറി വന്നത്. നിന്റെ അനിയത്തിക്ക് വേണ്ടി നീ ചെയ്യേണ്ട ഒരു നല്ല കാര്യമാണ്. എവിടെയെങ്കിലും പോയി തൂങ്ങിച്ചാവും. അതാ വേണ്ടത്. പോയിവിടെ പോയപ്പുറത്ത് കാടി വിട്ടു. എല്ലാം ഞാൻ കേട്ടു. ശിവരാമേട്ട, അച്ഛൻ പറഞ്ഞത് ശരിയാണ്. ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം എനിക്കില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ അത് ചെയ്തേനെ. എനിക്കിപ്പോഴും ജീവിക്കണമെന്നാണ് തോന്നുന്നത്. മരിക്കാൻ എളുപ്പമാണ്, ജീവിക്കാനാണ് പ്രയാസം. നമ്മൾ ജീവിക്കുകയാണ് വേണ്ടത്. എന്റെ വിധി ഭയങ്കരമാണ് ശിവരാമേട്ട, അല്ലേ? അല്ല, നിന്നെ ഞാൻ വിധിച്ചു വിട്ടുകൊടുക്കില്ല. ഈ ലോകം മുഴുവൻ എന്നെ നോക്കി ചിരിക്കില്ലേ ശിവരാമേട്ട? സാവിത്രി, നിന്നെ നോക്കി സഹതപിക്കാൻ എന്റെ മനസ്സുണ്ട്. നിനക്ക് അതുപോലെ. നിന്റെ വീട്ടിൽ നിന്നെ അടിച്ചിറക്കി. നീ എന്റെ പെങ്ങളാണ്. നിനക്കും കുഞ്ഞിനും എന്റെ കൂടെ എന്റെ വീട്ടിൽ താമസിക്കാം. ഈ കൈക്ക് കരുത്തുള്ളിടത്തോളം കാലം നിനക്കും കുഞ്ഞിനും പട്ടിണി കിടക്കേണ്ടി വരില്ലേ സാവിത്രി? ശിവരാമേട്ട, ഞാനിവിടെ താമസിക്കില്ല. ഈ ചുറ്റുപാടുള്ളവർക്കെല്ലാം എന്നെ അറിയാം. എന്റെ അനിയത്തിയുടെ കല്യാണമാണ്. ഞാൻ കാരണം അവളുടെ ജീവിതം നശിക്കരുത്. എനിക്ക് എങ്ങോട്ടെങ്കിലും പോണം. എന്നെ അറിയാത്ത ആളുകളുടെ ഇടയിൽ ഞാനും എന്റെ കുഞ്ഞും ജീവിക്കും. അങ്ങനെ തന്നെ ഒറ്റയ്ക്ക് വിടില്ല. അവിടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. വർക്കിച്ചേട്ടാ, ഞാൻ എന്റെ മക്കളെ പോലെ വളർത്തിയതാ. നല്ലോണം നോക്കണേ. ഓ, നമ്മുടെ കാളയും വണ്ടിയും വിറ്റു അല്ലേ? ആ, നമുക്ക് അവിടെ ചെന്നിട്ട് വേറെ മേടിക്കാം. വൈകുന്നേരത്തെ വണ്ടിക്ക് പോകണ്ടല്ലേ? നീ വേഗം പോയി വരുന്നു. അരി ഉപ്പുമുളക് എന്നാ നിന്റെ മരുന്ന്. നേരത്തിന് കഴിക്കണം കേട്ടോ. ഞങ്ങൾ കാളവണ്ടിക്കാർക്ക് ഒരു കോളൊത്തിട്ടുണ്ട്. കുറെ ദൂരെ, തിരിച്ചു വരാൻ 2-3 ദിവസം എടുക്കും. നിന്നെ ഈ സ്ഥിതിയിൽ വിട്ടിട്ട് പോയാൽ... അത് സാരമില്ല, ചേട്ടൻ പോയിട്ടോ. ജോലിക്കല്ലേ? ഞാൻ ചൊവ്വാഴ്ച വരും. ആ ഇത്തമ്മേ, ഇവിടെ കാര്യമൊക്കെ നോക്കണം കേട്ടാ. എങ്ങും പോയിക്കളയരുത്. ഞാൻ എവിടെ പോവാനാ മോനെ? ഇത്തമ്മയെ കട്ടില് കയറാൻ തന്നെ കാണാം.
ആ അയാളോട് ഇങ്ങോട്ട് വരാൻ പറയും. എന്താ ശിവരാമ? ഞങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞു, ഞങ്ങളിന്ന് പോവുക. ആ ബില്ലൊന്നും തീർത്ത് കിട്ടിയിരുന്നെങ്കിൽ. അത് മാനേജറോട് ചോദിച്ചാൽ മതി. ചോദിച്ചു, അപ്പൊ ഇവിടെ വരാൻ പറഞ്ഞു. ഇത് കൊടുത്ത് ക്യാഷ് വാങ്ങിച്ചോളൂ. പറ്റേ സാറേ. റൈറ്റ്.